സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക്, ശാരീരികമായി കഴിവുള്ള ആളുകൾക്ക് ഹജ്ജ് ചെയ്യാതെ മരിക്കുന്നുവെങ്കിൽ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അത് അല്ലാഹുവിനിക്ക് കൊടുക്കേണ്ട ബാധ്യതയാണ്. ഒരാളൊരു ഖത്ം ഓതാൻ വേണ്ടി നേർച്ചയാക്കി എന്ന് സങ്കല്പിക്കുക. നമുക്കൊക്കെ അറിയാമല്ലോ, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, ഇത് 3 പ്രാവശ്യം ഒരാൾ ഓതിയാൽ യഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനെ 1/3 കിടപിടിക്കുന്നു. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? ഒരു സൂറത്തുൽ ഇഖ്ലാസിനേക്ക് 3/1 പ്രതിഫലമുണ്ടെങ്കിൽ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഒരു ഖത്ം ഓതിയ പ്രതിഫലമുണ്ട് എന്ന് കരുതിയിട്ട് ഖത്ം ഓതാൻ നേർച്ചയാക്കിയാൽ അവിടെ എന്ത് പറ്റില്ല? 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറ്റൂല. കൂലി തന്നെയാണ്, അത് വേറെയാണ്. ഇതേപോലെ സാമ്പത്തിക ശേഷിയുള്ള വ്യക്തികൾക്ക് സബീല, തടിയാലും മുതലാലും വഴിയാലും കഴിവുള്ള ആളുകൾ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോവുക എന്നത് വലിയ പ്രയാസം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവൻ ജൂതനായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ മരിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊക്കെ ഹജ്ജിനും ഉംറക്കും പോവേണ്ടതുണ്ട്. അത് നീട്ടിവെക്കരുത്. മരിക്കുന്നതിന് മുമ്പ് ചെയ്താൽ മതി. ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അതിലേക്ക് വന്നതുകൊണ്ട് പറയുകയാണ്. നീട്ടിവെക്കാം, മരിക്കുന്നതിന് മുമ്പ് ചെയ്താൽ മതി. പക്ഷെ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ലല്ലോ. ഇനിയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഒരാളെ ഹജ്ജ് ചെയ്യാതെ, ഇത് എത്രയും നീട്ടാ, അല്ലാഹു തആല ആയുസ് കൊടുത്ത് മരിക്കുന്നതിന് മുമ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് മരിച്ചാൽ പ്രശ്നമാണ്. പക്ഷെ ഇവിടെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചു എന്ന് സങ്കല്പിക്കുക, ഉമ്മ മരിച്ചു എന്ന് സങ്കല്പിക്കുക. സാമ്പത്തിക ശേഷിയുണ്ട്. സാമ്പത്തികം എന്ന് പറഞ്ഞ സംഗതി ഒരു 15 സെന്റ് ഒന്നും വേണ്ട. 2 സെന്റ് വിറ്റാൽ തന്നെ ചിലപ്പോൾ 5 ലക്ഷം അതിനപ്പുറമൊക്കെ ഉണ്ടാകും. അതുപോലെ സഹോദരിമാർക്ക് പഴയ കാലത്തൊക്കെ, ഇപ്പൊ ചില എന്റെ ഉമ്മ നാൾ പറഞ്ഞു, മുമ്പ് കെട്ടിച്ചോലൊക്കെ കഴിച്ചില്ലായി, കല്യാണം കഴിഞ്ഞാൽ കഴിച്ചില്ലായി. കാരണം മുമ്പ് 25, 30, 50, 100 അതിനപ്പുറമൊക്കെ എന്തായാലും ശരി 20, 25. ഇനിയിപ്പോ സംഗതി അങ്ങനെയാണ് പോകൂല. പക്ഷെ അത്തരത്തിലുള്ള സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, 25 20 അല്ലെങ്കിൽ അതിലധികമോ സ്വർണം നിങ്ങൾക്കായിട്ടുണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധമാണ്. കാരണം 6 രൂപ വിറ്റാ പോരെ. 6 രൂപ വിറ്റാ സംഗതി പോയി വരാനും അതിനുള്ള എല്ലാത്തിനും പരിപാടി നടത്താനും എല്ലാത്തിനും വെച്ചുണ്ടാകും. സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ഹജ്ജ് നിർബന്ധമാണ്. ഇത്തരത്തിലുള്ള സഹോദരനോ സഹോദരിയോ മരണപ്പെട്ട ഞാൻ നിർത്തണ്, മരണപ്പെട്ട ചില ആളുകൾ പറയും, ഇൻഷാല്ലാ വാപ്പാനെ മുതൽ ഒരുക്കുമ്പോ ഇൻഷാല്ലാ നമുക്ക് ഹജ്ജിനുള്ള പൈസ നീക്കിയേക്കാറും. എന്നിട്ട് മുതൽ ഒരുക്കുക ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ടേക്കാറും, 10 വർഷം കഴിഞ്ഞിട്ട്. ആ 10 വർഷം കഴിഞ്ഞിട്ട് മുതൽ ഓഹരി ചെയ്യുന്ന സമയത്ത് ഒരാളെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഏൽപ്പിക്കും. പക്ഷെ ഇസ്ലാമിന്റെ നിയമം എന്താ അറിയോ? ജീവിക്കുന്ന കാലത്തോളം അവനക്ക് അസുഖങ്ങളൊന്നുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല. ഇതൊക്കെ കുറച്ചും കൂടിയൊക്കെ പോകുന്നു അവർക്ക് മനസ്സിൽ ഭാവന ഉണ്ട് എന്നൊക്കെ. അതല്ല, ഇത് വല്ലാതെ നീളം വലിച്ചൂല, നമുക്ക് തന്നെ തോന്നി എന്നൊക്കെ. എന്നാൽ തൊട്ടടുത്ത വർഷത്തിൽ തന്നെ ഹജ്ജിന് പോകാൻ നിർബന്ധമാണ്. ഒന്നീക്കൾ സാമ്പത്തികമായി ഭാവിയിൽ പ്രയാസം വരും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ശാരീരികമായ പ്രയാസം. നമ്മളെ കുറിച്ച് അറിയുമല്ലോ, നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയൊക്കെ. അങ്ങനെ അറിയുന്നു എന്ന് കണ്ടാൽ തൊട്ടടുത്ത വർഷത്തിന് ഹജ്ജിന് പോകാൻ നിർബന്ധമാണ്. നീട്ടിവെക്കൽ ഹറാമാണ്. അതല്ല ഇങ്ങനെ ഇന്ന് ചെറുപ്പക്കാരൻ 60 വയസ്സായാലും സംഗതി അങ്ങനെയുള്ള ഇപ്പൊ എല്ലാവർക്കും പൂജ അങ്ങനെ തന്നെ എന്നും താടിയും വെച്ചിട്ടുണ്ടാവില്ല. അതേപോലെ അതും ഞാൻ കിടക്കുന്ന ഓർമ്മപ്പെടുത്താണ്. ഉളുഹിയത്ത് ഉദ്ദേശിച്ച എല്ലാവർക്കും എന്ത് സുന്നത്താണ്? ദുൽഹിജ്ജ 1 മുതൽക്ക് താടിയും മുടിയൊക്കെ നീക്കം ചെയ്യൽ സംഗതി കറാഹത്താണ്. അത് സത്യത്തിൽ അതിനൊരു ഹിക്മത്ത് കൂടിയുണ്ട്. കാരണം തീരെ സുന്നത്ത് എടുക്കാതെ താടിയും ഇതൊന്നും വെക്കാത്ത ആളുകൾക്ക്, കാരണം ഉളുഹിയത്ത് ഉദ്ദേശിക്കുമ്പോൾ താടി വെച്ചാൽ 10 ദിവസം സംഗതി ഇങ്ങനെ വെച്ചിങ്ങനെ ചേലാകും. അപ്പൊ ചൊറിയൊക്കെ മാറും, സംഗതി പ്രയാസമൊക്കെ നീങ്ങും. എന്നാ പിന്നെ കഴിഞ്ഞിങ്ങനെ ഉള്ളിത്ര 1-ാമത്തേതാണ് അർത്ഥിക്കാൻ വേഗം ബാർബർ ഷോപ്പ് പോകല്ലോ വേണ്ടത്. അത് പിന്നീട് തുടരുകയാണ് വേണ്ടത്, പിന്നീട് വെക്കുകയാണ് വേണ്ടത്. പടച്ച റബ്ബ് നിങ്ങൾക്ക് 10 ദിവസം അതിനുള്ള സമയം തന്നു. ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ്ങിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്ത് 10 ദിവസത്തോളം നിങ്ങൾ വടിച്ചില്ലല്ലോ, ബാർബർ ഷോപ്പിൽ പോയില്ലല്ലോ. പിന്നീട് അത് വടിച്ചു കളഞ്ഞാൽ അത് പടച്ച റബ്ബിനോട് ചെയ്യുന്നത് ഇക്കാരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദുൽഹിജ്ജ 1 മുതൽക്ക് തന്നെ അത് നീക്കം ചെയ്യൽ കറാഹത്തുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അപ്പൊ ഹജ്ജ് ഉദ്ദേശിച്ചാൽ അല്ല ഹജ്ജും ഉംറയും ചെയ്തിട്ടില്ലെങ്കിൽ സംഗതി ഇങ്ങനെ ഓനെ ഒന്നും ചെറുപ്പം അത് പറഞ്ഞപ്പോഴാണ് പോയത്. സംഗതി ഇങ്ങനെ പോകണമെങ്കിൽ ഹജ്ജ് നീട്ടിവെക്കണിന് കുഴപ്പമില്ല. പക്ഷെ മരിച്ചു എന്ന് സങ്കല്പിക്കുക. എന്നാൽ മരിച്ച നിയമം എന്താ അറിയോ? ഹജ്ജ് ചെയ്യാതെ മരിച്ചാല് ഇവൻ മരണപ്പെട്ടിട്ട് തൊട്ടടുത്ത് വരുന്ന ദുൽഹിജ്ജ മാസത്തിൽ തന്നെ അവന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ പറഞ്ഞേക്കൽ നിർബന്ധം. നീട്ടിവെക്കൽ ഹറാമാണ്. അപ്പൊ ഈ ഹറാമിന്റെ കുറ്റമൊക്കെ മക്കൾക്ക് ഉണ്ടാവും.
ഇനി മുതൽ ഓരിച്ചു എന്നൊക്കെ എങ്കിലും ഹജ്ജിന്റെ സമ്പത്തുണ്ടല്ലോ അത് കഴിച്ചിട്ട് ആളുകൾക്ക് എന്തെന്നെ ഉണ്ടാവുള്ളൂ, അവകാശം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഹജ്ജ് ചെയ്യാതെ അങ്ങ് നീട്ടി വെച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം മക്കൾക്ക് ഇത് ബാധ്യതയായി തീരും. മക്കൾക്ക് ബാധ്യത എന്നല്ല, അപ്പോൾ അത് മുളയ്യക്കായി, അതായത് അവൻ മരിച്ചു, അവൻ റമദാനിക്ക മരിച്ചു എന്നൊക്കെ എന്നാ തൊട്ടടുത്ത് തുല്ലിച്ചുണ്ടല്ലോ, ചൊവ്വാല മരണപ്പെട്ടു എന്നൊക്കെ, അത് ദുൽഖഅദിലെ മരണപ്പെട്ടത്. അപ്പോഴും ചിലപ്പോൾ ചാൻസ് ഉണ്ടാവലുണ്ട്, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. ദുൽഖഅദ് അവസാനത്തിൽ ഇതങ്ങനെ 2 സീറ്റ് ഒഴിവ് അല്ലെങ്കിൽ 3 സീറ്റ് ഒഴിവ് ഇത്ര കുറച്ച് കൊടുത്താൽ മതി കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട്. ദുൽഖഅദ് മാസത്തിലാണോ ഉമ്മ മരണപ്പെട്ടതെങ്കിൽ തൊട്ടടുത്ത മാസത്തിൽ തന്നെ അവന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഉംറ ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ പറഞ്ഞേക്കൽ നിർബന്ധമാണ്. നീട്ടിവെക്കാമായിരുന്നു ജീവിതത്തിൽ, പക്ഷേ മരണത്തോടുകൂടി ആ ചാൻസ് അവനിക്ക് നഷ്ടപ്പെട്ടു പോയി. തൊട്ടടുത്ത വർഷം അവൻ പിറ്റത്തെ കൊല്ലം മുതൽ വരയ്ക്കട്ടെ, നീട്ടിവെക്കൽ ഹറാമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ സമയത്തും നമുക്കുണ്ടാവേണ്ടതാണ് ദിക്ർ എന്ന് പറയുന്നത്. കാരണം സുബഹി സമയത്ത് ദിക്റുണ്ട്. സുബഹി സമയം നിങ്ങൾക്കൊക്കെ അറിയില്ലേ, മഗ്രിബിന്റെ സമയം, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നത് ഒരേ ഇരുത്തം ഇരുന്നിട്ട് 10 പ്രാവശ്യം നമ്മൾ ചൊല്ലാറുണ്ട്. 10 പ്രാവശ്യം ഇതെന്തിനാണ് ചൊല്ലുന്നത്? 10 പ്രാവശ്യം ഒരാള് ഈ ദിക്ർ ചൊല്ലിയാൽ കാന ലഹു ഹിർസം മിൻ കുല്ലി മക്റൂഹിൻ വമിനശ് ശൈത്വാൻ. ഇത് രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ ഒരു പ്രയാസം അവനിക്കുണ്ടാവില്ല. ശാരീരികമായ പ്രയാസം ഉണ്ടാവില്ല, പൈശാചികമായ പ്രയാസം ഉണ്ടാവില്ല. അതിനുവേണ്ടിയാണ് ഇത് എന്നും ചൊല്ലുന്നത്. ഉമ്മമാരെ ശ്രദ്ധിച്ചോ, നിസ്കാരം കഴിഞ്ഞ ഉടനെ, സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇപ്പൊ പലർക്കും പേടിയാണ്. ഇടിയും മിന്നൊക്കെ ഇപ്പൊ ഈ അടുത്ത് 4 ആളുകൾ ഒന്നിച്ച് മരണപ്പെട്ടു. അല്ലാഹു തആല അവർക്ക് ശുഹദാക്കളെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെയും ദിക്റുണ്ട്. നുസിറുത്തു ബിസ്സബാ വഉഹ്ലികത് ആദും ബിദ്ദബൂർ. കാറ്റടിച്ച് വീശുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് വലിയ പ്രയാസം ഉണ്ടാവാറുണ്ട്, ബേജാറുണ്ടാവാറുണ്ട്. അതായത് കാറ്റ് കൊണ്ട് ഗുണവും ഉണ്ടാവും ദോഷവും ഉണ്ടാകും. മേഘം ഇങ്ങനെ മൂടിക്കെട്ടിയാൽ മുത്തുനബി തറക്കൽ ഹദീദ സംസാരമൊക്കെ ഒഴിവാക്കുന്ന, പിന്നെ ആരോടും മുൻപിൽ പേടിച്ചിട്ട്, നമുക്ക് പേടിയല്ല, സെൽഫി എടുക്കാനുള്ള തിരക്കാണ് നമുക്കുള്ളത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് മൂടിക്കെട്ടിയതായിരുന്ന മേഘം മഴ പെയ്യുന്നത് വരെ അവർക്ക് വലിയ പ്രയാസീകരം, ഭയങ്കര പ്രയാസം, സംസാരമൊക്കെ ഒഴിവാക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ നിർത്തണേ, ഇടിമിന്നും വെട്ടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേടിയേക്കാരം, അഥവാ അടിച്ചു പോകുക എന്നുള്ളത്. അല്ലാഹുവിനെ നമുക്ക് ആഫിയത്തിൽ ദീർഘായുസ്സ് തരട്ടെ. കാരണം ഇതൊക്കെ അങ്ങനെ കേൾക്കുന്ന സമയത്ത് അതിന് ദിക്റുണ്ട്. സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. ഈ ദിക്ർ ചൊല്ലിയാൽ തട്ടൂല എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വഹാബത്ത് പറയുന്നുണ്ട്, ഇത് ചൊല്ലിയാൽ ധൈര്യം, എനിക്ക് ധൈര്യമാണ്, പക്ഷെ മനസ്സറിഞ്ഞ് ചെല്ലണം, ഉറപ്പോട് കൂടെ ചൊല്ലണം, തൊട്ടൂല എന്നുള്ളത്. മുമ്പ് ഒരാള് ഭയങ്കര ദുആ സമ്മേളനം നടത്തിയിട്ട് നിങ്ങളൊക്കെ സംഗതി മഴ പെയ്യായിട്ട് ആകെ പ്രയാസമായിട്ട് സമ്മേളനം നടത്തിയതാണ്, മഴ പെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞത്, പള്ളിക്കൽ ഉസ്താദ് പറഞ്ഞു, എല്ലാവരും നിസ്കരിച്ചാല് ദുആ ചെയ്താൽ കിട്ടുന്ന ഉറപ്പോട് കൂടിയിട്ട് വരണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു. അപ്പൊ എല്ലാവരോടും ചോദിച്ചു, ഉറപ്പല്ലേ ചോദിച്ചു. ആ ഉറപ്പാണ്, ഞങ്ങൾ ഉറപ്പിച്ചാ വന്നത്. അവർ നിങ്ങൾ കുട ഉണ്ടല്ലോ ചോദിച്ചു. കാരണം മഴ പെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ പിന്നെ കുട ഉണ്ടണ്ട. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു സംശയം ഉണ്ടെങ്കിൽ പെയ്യൂല കിട്ടുകയില്ല എന്ന് അല്ല, ഉറപ്പോടുകൂടി ഈ ദിക്ർ ചൊല്ലിയാൽ സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി, ഇടികൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വരെ പടച്ചോനെ പിടിച്ച് തസ്ബീഹിലാണ്. വൽ മലായികതു മിൻ ഖീഫതി, കോടാനക്കോടി മലക്കുകൾ തസ്ബീഹ് ചൊല്ലുകയാണ്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടിവെട്ടുന്ന സമയത്ത്, മിന്നറിയുന്ന സമയത്ത് ചൊല്ലിയിരുന്ന ദിക്റുണ്ട്. അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലികനാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക. പടച്ചോനെ ജിന്നെ പിടിച്ച് ശിക്ഷിക്കല്ല, അതിന്റെ ദേഷ്യം കൊണ്ട് ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുത്, ഞങ്ങളെ നശിപ്പിക്കരുത്. ഇത് പടച്ചോനോട് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഇടിവെട്ടുന്ന സമയത്ത്, മിന്നറിയുന്ന സമയത്ത് രണ്ട് ദിക്ർ ചൊല്ല. അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലികനാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക. അതേപോലെ തന്നെ സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു, അല്ലെങ്കിൽ സുബ്ഹാനല്ലദി യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതി. ഞാൻ പറയുന്നത് എല്ലാ സമയത്തും കിടന്നത് ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ദിക്റുണ്ട്, ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ദിക്റുണ്ട്, സുബഹി നിസ്കാരം തുടങ്ങുന്നതിന് ദിക്ർ അല്ലാഹു അക്ബർ. ഈ അല്ലാഹു അക്ബർ എത്ര വട്ട?
റുക്കുവിലേക്ക് പോകുമ്പോൾ തക്ബീർ അല്ലാഹു അക്ബർ, റുക്കുവിൽ എഴുന്നേൽക്കുമ്പോൾ മാത്രമാണ് സമി അല്ലാഹു ലിമൻ. അതിന് പ്രത്യേക കാരണമുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. സുജൂദിലേക്ക് പോകുമ്പോൾ ദിക്ർ, ഈത്താലേക്ക് പോകുമ്പോൾ പുട്ടുക്ക് തേങ്ങണ ഇടക്കിടക്ക് അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണ്, ആരും വലിയവനല്ല, ഒരാളും വലിയവനല്ല, അല്ലാഹു വലിയവനാണ്. ഈ ദിക്ർ ഇങ്ങനെ റുക്കുവിലും ദിക്റാണ് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, സുജൂദിലും ദിക്റാണ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, ഈതിദാലിലും ദിക്റാണ്. അതേ പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിൽ ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ നിന്ന് ഏറ്റവും വലിയ മഹത്വമുള്ള നിസ്കാരത്തിൽ വരെ ഇടക്കിടക്ക് ദിക്റാണ്. ഖുർആനോത്ത് ഖിയാമിൽ മാത്രമേ ഉള്ളൂ. ഫാത്തിഹയും സൂറത്ത് പിന്നൊക്കെ ഫുള്ള് ദിക്റ. ഒലർ റുക്കൂവില് ഫാത്തിഹ ഓതാൻ തീരുമാനിച്ചു, പാടില്ല, കറാഹത്താണ്. അതിന് ഖുർആൻ ഓതാൻ തീരുമാനിച്ചല്ല, ദിക്റാണ്. ഉദ്കുറുല്ലാഹ്, അത് ദിക്ർ എപ്പോഴും തോന, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറൻ, കൂടുതൽ ദിക്ർ ചെല്ലണം. അപ്പോ സംഗതി ഒരു മനുഷ്യനിക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള ഒരുപാട് ദിക്റുണ്ട്. യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ ദീനുൽ ഇസ്ലാം. ഹദ്ദാദിൽ എല്ലാ ദിക്റും 3 വട്ടമാണ്. ആ ദിക്ർ 4 പ്രാവശ്യം, ആ ഒരു 7 പ്രാവശ്യമാണ്. ഒരു ദിക്ർ മാത്രം 4 പ്രാവശ്യമാണ്. യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ, പടച്ചോനെ ഈമാനോട് കൂടെ മരിപ്പിക്കണേ. എപ്പോൾ ഒരു മനുഷ്യനൊക്കെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ആവശ്യമുള്ള എല്ലാ ദിക്റും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഹദ്ദാദ് ക്രോഡീകരിച്ചത്. അപ്പൊ എല്ലാ ദിവസവും ഹദ്ദാദിൽ പങ്കെടുക്കണം.